ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. നമ്മൾ നിർഭയരായി ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. യഹോവ നമ്മുടെ അഭയമെന്ന് എത്രയോ സങ്കീർത്തനങ്ങളിലാണ് നമ്മൾ ആവർത്തിച്ച് പാടുന്നത്. അവിടെ നിന്റെ അഭയശിലയാന്നുള്ള വാക്കുകളുമുണ്ട്. പഴയ യുദ്ധപാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ വാക്ക് വരിക. യുദ്ധത്തിൽ ഒരാൾ തോറ്റു കഴിഞ്ഞെന്നാൽ പിന്നെ അയാളുടെ ജീവനെടുക്കാനുള്ള അവകാശം ശത്രുവിനുണ്ട്. അത് മുന്നിൽ കാണുന്ന തോറ്റവന്റെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പുറത്തേക്ക് ഓടിപ്പോവുക, ഈ കളത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോവുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെയോ ദേവാലയത്തിന്റെയോ ബലിശില കണ്ടെത്തി അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അതിനെ തൊട്ട ഒരാളെ ജീവൻ എടുക്കാനായിട്ട്, നിഗ്രഹിക്കാനായിട്ട് ലോകത്തുള്ള ഒരു യുദ്ധ നിയമങ്ങളും ആരെയും അക്കാലങ്ങൾ അനുവദിച്ചിരുന്നില്ല. യഹോവ ഏതാണ്ട് അത് കണക്ക. അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഭയപ്പെടാനായിട്ട് കാരണങ്ങളില്ല. എന്നിട്ടും എന്തുമാത്രം ഭയത്തിന്റെ കനിയിലാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കൂപ്പുകുത്തുക. വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ള കാതലായൊരു സന്ദേശം തന്നെ അതാണ്, ഭയപ്പെടരുത്. ശേഷം പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. സക്കറിയ എന്ന് പറയുന്ന വലിയ പുരോഹിതന്റെ അടുക്കിലേക്ക് വന്നിട്ട് മാലാഖ് പറയുന്നു, ഭയപ്പെടരുത്. മേരി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു, ഭയപ്പെടരുത്. ഒരു കരിയിൽ അനങ്ങിയാൽ പോലും ഭയപ്പെടാൻ കാരണമുള്ള ഇടയന്മാരുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു, ഭയപ്പെടരുത്. കാരണം നിങ്ങൾക്കായിട്ട് ഭയത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവതരിച്ച യേശു തന്റെ ധർമ്മത്തിലും വാക്കിലും ആ കർമ്മത്തിലുമൊക്കെ പുലർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഈ നിർഭയത്വമായിരുന്നു. ആകൃതകളിൽ ജീവിക്കാൻ പറയുമ്പോഴും പരിപാലനയിൽ ശരണപ്പെടാൻ പറയുമ്പോഴും ആ പരമജീവിതത്തെ അപ്പാന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴും തലയെടുപ്പോട് ജീവിക്കാനായിട്ട് ഭൂമിക്ക് പാഠങ്ങൾ പറഞ്ഞു തരുമ്പോഴും ഒക്കെ ഈ നിർഭയത്തിലേക്കുള്ള ഇടനാഴികളിലൂടെ ക്രിസ്തു നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ ജീവിതം ഇങ്ങനെ കാറ്റിലും കോളിലും പെടുമ്പോൾ ദാ അലമാലകൾക്ക് മീതെ ആ ഗുരുചരണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ കാണുന്നില്ലേ? അരികിലേക്ക് വന്നിട്ട് അവൻ നമ്മുടെ ചെറിയ നൗകയെ നോക്കിക്കൊണ്ട് പറയും, ഭയപ്പെടരുത്, ബി സ്റ്റിൽ, ശാന്തമാവുക. മരണാനന്തരം വിശേഷം ഉയർപ്പിന്റെ ദിനങ്ങളിലൊക്കെ ആ ദൂതി ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. മാലാഖമാര് ആ പുലരിയെത്തി സ്ത്രീകളോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തു തന്നെ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ പുറത്തു കടക്കാൻ ധൈര്യമില്ലാതെ, നമുക്കറിയാം അടച്ചിട്ട മുറിയിരിട്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ഭയത്തിന്റെ തന്നെ റെപ്രസെന്റേഷനാണ്. അവരുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്. അപ്പോൾ അവിടുത്തെ ജീവിതത്തിന്റെയും ഉയർപ്പിന്റെയും കാതലായ ധർമ്മം മാനവരാശിയുടെ നിർഭയത്വം. എന്നിട്ടും അത്തരം നിർഭയത്വത്തിൽ, അത്തരം അഭയത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുക. അഭയം എന്ന് പറഞ്ഞ വാക്ക് പോലും ഇങ്ങനെ ഭയമില്ലാത്ത അവസ്ഥയെ, ഹിംസയും അഹിംസയും മനസ്സിലാക്കുന്ന കണക്ക്, സത്യവും അസത്യവും മനസ്സിലാക്കുന്ന കണക്ക് നമ്മൾ അതിനെ അത്ര വിപരീതപരമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു. ഭയമില്ലാത്ത അവസ്ഥയുടെ പേരാണ് അഭയം. ഭയത്തിൽ ആവശ്യത്തിലേറെ പ്രഹരങ്ങളുണ്ട്. എത്ര നന്നായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ നിരീക്ഷിക്കുന്നത്, ഇൻ ഫിയർ ദർ ഈസ് പണിഷ്മെന്റ്. പൊതുവെ ഇങ്ങനെ മനഃശാസ്ത്രത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണത്, ഭയത്തിൽ പ്രഹരമുണ്ട്. ഭയത്തിൽ സംഭവിക്കുന്ന പ്രഹരങ്ങളെക്കുറിച്ച് വലിയ പുസ്തകങ്ങൾ പോലും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് സൂചനകൾ ഓർമ്മിക്കുകയാണ്. ഭയത്തിൽ സംഭവിക്കുന്ന പ്രഹരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഭയപ്പെടുന്നത് നമുക്ക് സംഭവിക്കുന്നു. ഇങ്ങനെ ജോബിന്റെ പുസ്തകത്തിലൊക്കെ നന്നായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുക. ഈ സകലമാന ദുരന്തങ്ങളും വന്നു കഴിയുമ്പോൾ യോബ് അതാണ് പറയുന്നത്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ ഭയപ്പെടുന്ന കാര്യങ്ങളുടെ മീതെ നമ്മൾ വളരെയേറെ വൾണറബിളാണ്. നമുക്ക് അതിന് മീതെ അങ്ങ് ഇൻസുലേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ഉദാഹരണത്തിനായിട്ട് ഇങ്ങനെ ജനറ്റിക്കലായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുമെന്ന് പറയുന്ന ചില പ്രത്യേകതകൾ അപ്പനെന്നായിരിക്കാം, അമ്മയെന്നായിരിക്കാം. അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ലാത്ത നിങ്ങളുടെ സഹോദരന്മാർ അതിന് ഇരകളാകാതെ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അതിനെക്കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിന്തിക്കുകയും അത്തരമൊരു സാധ്യത എനിക്കുണ്ടെന്നൊക്കെ കരുതി വളരെയേറെ ഇങ്ങനെ ഭയന്നവർ ജീവിക്കുകയും ചെയ്ത ഒരാൾ 40കളിലും 50കളിലും ഒക്കെ അതിൻ്റെ ഇരയാവുന്നതും പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു കാര്യം നശിക്കുമെന്ന്, അല്ലെങ്കിൽ ഇന്ന രോഗം വരുമെന്ന്, അല്ലെങ്കിൽ ഈ പരീക്ഷ തോക്കുന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഏതാണ്ട് അതിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണെന്നൊക്കെ ഉള്ളതിന് ഒരു സാമാന്യ ബോധവും നിരീക്ഷണവും മതി. രണ്ടാമതായിട്ട് ഭയത്തിലെ വേറൊരു പ്രഹരം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇല്ലാതെ പോകുന്നു. ഒരു ഏറ്റവും ലളിതമായ ഉദാഹരണം ഇങ്ങനെ എല്ലാവരും പാടുന്നുണ്ട്. പക്ഷെ പാടുന്ന ഇങ്ങനെ തങ്ങളുടെ കുടിച്ചുമുറിയില്ല. വിശേഷം നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ കുളിമുറി പാടാത്ത ആരില്ലെന്നാ പറയുക. കാരണം അതിനകത്ത് നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട, ആരും അതിന് മീതെ മാർക്കിടേണ്ട ബാധയില്ലാത്ത ഇടങ്ങളിലൊക്കെ മനുഷ്യൻ എന്ത് സ്വാഭാവികമായിട്ടാണ് ജീവിക്കുക. എന്നാൽ ഒരു ഭയം വരുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം യാന്ത്രികമാകുന്നുണ്ട്.
മനുഷ്യൻ എന്തുമാത്രം സാധ്യതകളുടെ ആ വാതിലുകൾ പെട്ടെന്ന് കൊട്ടിയടക്കപ്പെടുക. ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട് സത്യം പറഞ്ഞാൽ മുങ്ങി മരിക്കാനായിട്ട് പാടില്ലാത്ത ഒരാളാണ് മനുഷ്യൻ. കാരണം മനുഷ്യന് മറ്റെല്ലാ ജീവജാലങ്ങളെ കണക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സാധ്യതയുണ്ട്. നീന്തലൊക്കെ പഠിപ്പിച്ചപ്പോൾ വലിയപ്പച്ചനൊക്കെ ചെറിയ പ്രായത്തിൽ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി നമുക്കിങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാധ്യത കാണിച്ചു തരികയായിരുന്നു. വെറുതെ ഒന്ന് ശ്വാസം പിടിച്ച് വെള്ളത്തിന് മീതി ഇങ്ങനെ മലന്ന് കിടക്കാനായിട്ട് ആർക്കും പറ്റുന്ന പറയുക. മുങ്ങിപ്പോകാൻ പാടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഒരു എലിയെ നിങ്ങൾ വെള്ളത്തിലോട്ട് ഇട്ട് നോക്ക്, ഒരു പാമ്പിനെയോ അല്ലെങ്കിൽ എന്തിന് ഈ കോഴിയെ പോലെ ഒന്ന് ഇട്ട് നോക്കിയാൽ അത് ഒന്ന് നോക്കിയിട്ട് പിന്നീട് ഇത് പതുക്കെ പതച്ച് കല്ലോട്ട് വരുന്ന കാണുന്നില്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ മുങ്ങാതെ പോകാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് പറ്റുന്നത്? എൻ്റെ അർത്ഥം അതല്ല പ്രശ്നം. ഈ ഭയത്തോടു കൂടി അവൻ്റെ ചില സ്വാഭാവികമായ സാധ്യതകളുടെ ആ വാതിലുകൾ ജാലകങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, അതിന്റെ സ്വാഭാവിക നഷ്ടമാകുന്നു. മൂന്നാമതായിട്ട് ആ ജീവിതം ഇങ്ങനെ പലതിൻ്റെയും എരയോ കരുവൊക്കെ ആയിട്ട് മാറുന്നു. എന്തുമാത്രം നിശ്ചലതയാണ് ജീവിതത്തിലോട്ട് വരുന്നത്. ഒരു പുസ്തകത്തിൽ വായിച്ച കണക്ക് ഒരു ചെറിയ കിളി ഇങ്ങനെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുക, ഒരു കുരുവിയ. പെട്ടെന്ന് അതേ പുല്ലിനകത്തുനിന്ന് ഒരു സർപ്പം ഇങ്ങനെ തലപൊക്കി വരിക. ആ സെക്കൻഡിൽ ആ കാഴ്ചയിൽ ഈ ചെറിയ കുരുവി ഇങ്ങനെ ഹിമവൽക്കരിക്കപ്പെടുക, ഫ്രോസൺ ആവുക. അതിന് കുഞ്ഞിച്ചിറകൾക്ക് ഇപ്പോൾ ശക്തിയില്ല. എന്തൊരു നിരാലംബത്വം ഇത്! ഒന്നോർത്ത് ഇത്രയും വിഷമം പിടിപ്പിക്കുന്ന ഒരു ഫലിതം വേറെയില്ല. ഈ കുരുവിക്ക് ആ കുഞ്ഞിച്ചിറകൾ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ മുഴുവൻ ആകാശം അതിനുവേണ്ടിയുള്ളതാ. പാമ്പിന് എന്തായാലും ഈ ഇതിലൂടെ ഇഴഞ്ഞു പോകേണ്ട ബാധ്യതയുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പേടിക്കാൻ പാടില്ലാത്ത ഭയം ഇത് കണക്ക് തന്നെയാണ്. ഇത് കൃത്യമായിട്ട് യാഥാർത്ഥ്യ ബോധമൊന്നുമില്ല. നിശ്ചയമായിട്ട് ഭയപ്പെടാൻ കാരണങ്ങളില്ല. എന്നിട്ട് ഈ കാരണങ്ങളില്ലാത്ത ഭയത്തിന് മീതെയാണ് ജീവിതം ഇങ്ങനെ വല്ലാതെ ഉറഞ്ഞു പോകുന്നത്. ഇങ്ങനെ എന്തുമാത്രം ധ്യാനം ആവശ്യമുള്ള ഒരു വിചാരമാണ് യോഹന്നാൻ വെച്ച് കിട്ടുന്ന ഈ വാക്ക്, ഭയത്തില് പ്രഹരമുണ്ട്. അപ്പോൾ നമ്മൾ നിർഭയരായി ജീവിക്കാന്നുള്ളത് ഇങ്ങനെ പ്രഹരമില്ലാതെ ജീവിക്കാന്നുള്ളതിന് വേണ്ടിയാ, സാധ്യതകൾ ജീവിക്കാൻ വേണ്ടിയാ, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാ, തലയെടുപ്പോട് ജീവിക്കാൻ വേണ്ടിയാ. ടാഗോറിന്റെ ഒക്കെ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ ഒരു ഭാഗം വല്ലാതെ അങ്ങോട്ട് നമ്മൾ അലട്ടുന്നുണ്ട്. 14 മക്കളാ. 14 മക്കൾ ഇളയാളാണ് ഈ പറയുന്ന നമ്മൾ ടാഗോർ. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കേണ്ട ബാധ്യത വയോധികനായ ഒരു ബാല്യക്കാരനാണ്. അയാൾ അതിനുവേണ്ടി ചില ഇത്തിരി ദുഷ്ടത നിറഞ്ഞ ചില പരിപാടികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാൾ ടാഗോർ വിശേഷം ഭാവനയുടെ ലോകത്തിലേക്ക് ജീവിക്കാനായിട്ട് ആപ്റ്റിറ്റ്യൂഡുള്ള കുഞ്ഞിന്റെ പേരാണ് ടാഗോർ. സ്വാഭാവികമായിട്ട് കഥകളൊക്കെ ഈ കുഞ്ഞൊത്തിരി കേൾക്കും. അപ്പോൾ ആ കുഞ്ഞിനോട് രാമൻ സീതയ്ക്ക് വേണ്ടി ലക്ഷ്മണൻ വരച്ച ആ വൃത്തത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കും, ലക്ഷ്മണരേഖ. അതിന് പുറത്ത് കിടന്ന അപകടമാണെന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ കുഞ്ഞിനെ അയാൾ ഏതാണ്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഈ കുട്ടി ഇങ്ങനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് അയാൾ പതുക്കെ എന്ത് ചെയ്യും, ചോക്ക് കൊണ്ട് വൃത്തം വരക്കും. ഇത് പറയും, ഈ വൃത്തത്തിന് പുറത്ത് കടന്നാൽ ഞങ്ങൾക്ക് അപകടം പറ്റാൻ പോവുകയാണ്. ഭാവനയുടെ ഒരു അസ്ഥിത ഉള്ളത് കൊണ്ട് കുട്ടി അതിന് മീതെ ഒത്തിരി സങ്കല്പിക്കുക. കാരണം പണ്ട് കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് തനിക്ക് സംഭവിച്ചുകൂടാ, ആ ദുരന്തങ്ങൾ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ. എന്നിട്ട് ഈ ചെറിയ കുഞ്ഞ് ഈ വൃദ്ധനായ ബാല്യക്കാരൻ വന്നിട്ട് ആ ചോക്ക് കൊണ്ട് വരച്ച് ആ ഒരു വൃത്തം ഇങ്ങനെ മായ്ച്ചു കളയുവോളം അതിനകത്ത് ഇങ്ങനെ ഭയന്ന് വരച്ച് നിൽക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? വാർദ്ധക്യത്തിൽ പോലും ടാഗോറിനെ വല്ലാതെ ഭാരപ്പെടുത്തിയ ഒരു ബാല്യ അനുഭവമായിരുന്നു ഇയാൾ വരച്ചു കൊടുക്കുന്ന വൃത്തം. എന്തുമാത്രം സാധ്യതയുള്ള, എന്തുമാത്രം വിശാലമായിട്ട് ചിന്തിക്കേണ്ട, എന്തുമാത്രം വൃത്തങ്ങളിൽ നിന്ന് പുറത്തു കിടക്കേണ്ട മനുഷ്യരൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നതിന് ഭയമെന്ന് പറയുന്ന ആ ഒരു വികാരം കാരണമാകുന്നത് നമ്മൾ അറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി അവനോട് തന്നെ ചോദിക്കുക. നിർഭയത്തെ ജീവിച്ചൊരു മനുഷ്യൻ, തലയെടുപ്പോട് ജീവിച്ചൊരു മനുഷ്യൻ, ദൈവത്തിന്റെയും മനുഷ്യന്റെ മുമ്പിൽ തലയുയർത്തി നിന്നൊരു മനുഷ്യൻ, മരണത്തെ പോലും ഭയപ്പെടാതിരുന്ന ഒരാൾ, മരണത്തിനപ്പുറത്തേക്കുള്ള ആ ജീവനെക്കുറിച്ച് പൊൻവെളിച്ചം കിട്ടിയ അത് നമ്മൾ പറഞ്ഞു തരുന്ന ഒരാളോട് പറയണം, നിർഭയത്തിലേക്കുള്ള ഞങ്ങളുടെ നിർഭയത്തിലേക്കുള്ള ഇടനാഴികളിലൂടെ ഞങ്ങളെയും നീ കൂട്ടിക്കൊണ്ടു പോകണമേ. നിർഭയത്തിലേക്ക് കുറച്ചധികം വഴികളുണ്ട്. അതിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ലളിതമായിട്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒന്ന് അവനവന്റെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ നിർഭയത്തിലേക്കുള്ള ആദ്യത്തെ വഴി. കാരണം ഈ ഭയവും ഈ കളഞ്ഞുപോയ നിഷ്കളങ്കതയും തമ്മിൽ ഇത്തിരി ബന്ധമുണ്ടെന്നൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. ഒരിക്കൽ ദൈവമൊത്ത് സായന്ത സവാരി നടത്തിയിരുന്ന ആദവും ഹവ്വായി, അന്തികളിൽ ദൈവം അവർക്ക് കൂട്ടുവന്നു. എന്നാൽ അതേ വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പൊ തോട്ടത്തിൽ അവന്റെ പദചലനം കേട്ടപ്പോൾ ഈ ആദവും ഹവ്വായും കൂടി ഇങ്ങനെ ഭയന്ന് വിറച്ച് മരത്തിന് മുന്നിൽ ഒളിച്ചിരിക്കുക. എന്താ കാരണം? എവിടെയോ ഒരു നിഷ്കളങ്കത കളഞ്ഞുപോയി. എവിടെ അവർക്കിടയിലുള്ള സ്വാഭാവികതയ്ക്ക് ഇപ്പോൾ പഴുത് കണക്ക് ബലമില്ലാതെയായി. അപ്പോൾ
അവനവന്റെ നിർഭയത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു വഴിയെന്ന് പറയുന്ന ഈ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകുന്നത്. യേശു പറയുന്ന കണക്ക് വീണ്ടും പറയുക, ഗോ ബാക്ക് ടു ഇന്നസെൻസ്. കാരണം ഈ നിഷ്കളങ്കരായ മനുഷ്യർക്ക് ഒരുതരം നിർഭയത്വമുണ്ട്. ഗ്രാമീണ മനുഷ്യർക്ക് അനുഭവിക്കുന്ന ഒരു നിർഭയത്വമുണ്ട്. ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഒരു ഒറ്റ തോർത്തൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തോർത്തിങ്ങനെ തോളയിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ തൊട്ടുമുമ്പത്തെ തലമുറയിലുള്ള വയോധികർ, വിശേഷം അമ്മയുടെ കുട്ടനാട്ടിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഉള്ള വലിയപ്പച്ചന്മാരൊക്കെ ഏതൊരു ഓഫീസിലും കയറി ചെല്ലും. ഏതൊരു കളക്ടറെ മുമ്പിൽ ചെന്നിട്ട് ഒരു കസേരയൊക്കെ വലിച്ചിട്ട് കാലുമേ കാല് വെച്ചിട്ട് സാറേ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. നമ്മളാവട്ടെ ആവശ്യത്തിലേറെ വസ്ത്രം ധരിക്കുന്നു, ചെറിയൊരു ടൈയൊക്കെ കെട്ടുന്നുണ്ട്, ഏറ്റവും ഭംഗിയായിട്ടൊക്കെ വേഷം ധരിച്ചിട്ട് പോലും നമുക്കിങ്ങനെ ആരുടെയും മുമ്പിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അവരിയ്ക്കുന്നു പറയുമ്പോൾ പോലും നമുക്ക് ഇരിക്കാനായിട്ടുള്ള ധൈര്യമില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജിനകത്ത് നമ്മൾ ഇരിക്കുകയാണോ നിൽക്കുകയാണോ എന്നുള്ള സംശയം പോലും വരുന്നുണ്ട്. ഒരു ഗ്രാമീണമായ നിഷ്കളങ്കതയായിരിക്കും ഒരുപക്ഷെ ആ നിർഭയത്തിലേക്കുള്ള ആദ്യത്തെ വഴി. നമുക്കൊരു കുഞ്ഞു പ്രശ്നം വരുന്നുണ്ട്. ഈ പ്രായത്തിൽ എങ്ങനെയാണ് അത്ര നിഷ്കളങ്കതകളെ വീണ്ടെടുക്കുക? അത്ര നിഷ്കളങ്കത സാധ്യമാണോ? അത്ര നിഷ്കളങ്കതകൾ ഏത് പ്രായത്തിൽ സാധ്യമാണെന്ന് യേശു നിക്കോദേമോസിനോട് പറഞ്ഞൊന്ന് ഗൗരവമായിട്ട് എടുക്കുക. ഒന്നതാണ് അവനവന്റെ നിഷ്കളങ്കതയിലേക്കുള്ള മടക്കാത്ത. കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഗോഡ്സ് മസ്റ്റ് ബി ക്രേസി അങ്ങനെ തുടങ്ങിയ ചിത്രങ്ങളിൽ രണ്ടാമത്തെ ചിത്രത്തിനകത്താണെന്ന് തോന്നുന്നു ഈ ഗ്രാമീണനായ മനുഷ്യൻ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ കാടിന്റെ മനുഷ്യൻ നഗരത്തിലോട്ട് പോവുകയാണ്. നഗരത്തിൽ പോയിട്ട് ആകെപ്പാടെ ബഹളവും ആ തിരക്കും ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. നല്ലതുപോലെ വിശക്കുന്നുണ്ട്. വിശക്കുമ്പോൾ അയാൾക്കറിയാവുന്ന ഒരു കുഞ്ഞു പരിപാടി എന്തിനെങ്കിലും കൊന്നു തിന്നുക എന്നുള്ളതാണ്. ഒരാടിനെ കണ്ടു, ആടിനെ കൊന്നു. പക്ഷെ അയാൾക്കറിയത്തില്ലല്ലോ കാട്ടിലെ കണക്കല്ല നാട്ടിലെ ആടിന് ഉടമയുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് വലിയ കേസും പൊക്കാറും ഒക്കെ ആയിട്ട് മാറി. കോടതിയുടെ മുമ്പിലേക്ക് ഈ ആദിവാസിയായ ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു. അയാൾക്ക് കൊല്ലുക, എന്തിനെ കൊന്നെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് കൊന്നുകൂടാന്നുള്ളതാണ് അയാളുടെ പ്രശ്നം. ഇതിനിടയിലായിട്ട് ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇയാൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ലോയറുണ്ട്. ആ ലോയറോട് ഈ ജഡ്ജി ചോദിക്കുകയാണ്, അയാളോട് ചോദിക്കുക, നീ ഈ കുറ്റം സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ ലോയർ പറഞ്ഞു, എനിക്കത് അയാളോട് ചോദിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവരുടെ ഭാഷയിൽ അങ്ങനെ ഒരു വാക്കില്ല, കുറ്റം എന്ന് പറഞ്ഞ വാക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു കുറ്റത്തിന് സാധ്യമില്ലാത്ത മട്ടില് ഈ നെയ്വായി ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന നിർഭയത്വം. രണ്ടാമതായിട്ട് ഇങ്ങനെ ഇവിടം വരെയോട് സ്നേഹമുള്ളവർക്കും ഭയപ്പെടാൻ കാരണമില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും നമുക്ക് യോഹന്നാൻ സ്ലീഹ എന്ന് പറയുന്ന മനുഷ്യനെ തന്നെ ഒന്നുപടിയാക്കാം. അയാൾ പറയുന്നുണ്ട്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് അവേ ഓൾ ഫിയർ. എല്ലാ ഭയങ്ങളെയും ഇങ്ങനെ തള്ളിമാറ്റുന്ന, എല്ലാ ഭയങ്ങളെയും തുടച്ചു മാറ്റുന്ന ഒന്നിന്റെ പേരാണെന്ത്? പരിപൂർണ്ണ സ്നേഹം. ഇവിടം വരെ സ്നേഹമുള്ള ഒരാൾക്കും ഭയപ്പെടാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ പുറം ലോകം ഹൊസ്റ്റയിലാണെന്ന് വിചാരിക്കുമ്പോഴാണ് മനുഷ്യന് ഭയത്തിന് കാരണം. മനുഷ്യന്റെ ഈ നേരെ നടക്കുന്നതിനെ കുറിച്ച് പോലുള്ള ചില സിദ്ധാന്തങ്ങൾ അങ്ങനെയാണ്. മിക്കവാറും എല്ലാ ജീവികളും തന്നെ നാലുകാലം നടക്കുന്ന. നാലുകാലം നടക്കുന്ന ജീവികൾക്ക് ഭയം കുറവാണെന്നാണ് പറയുന്നത്. കാരണം അവയ്ക്കെതിരെ വരുന്ന കാര്യങ്ങളെ മാത്രം ഭയപ്പെട്ടാൽ മതി. വല്ലപ്പോഴൊക്കെ ഒരു കൺഫ്രണ്ടേഷനെ വരുന്നുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശത്തിലേക്ക് ആവശ്യത്തിലേറെ ഭയം വന്നപ്പോൾ അതിന് നാലുപാട് തിരിഞ്ഞു നോക്കേണ്ട ബാധ്യത വന്നു. നാലുകാലം നടക്കുന്ന ഒരാൾക്ക് നാലുപാട് തിരിഞ്ഞു നോക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അയാൾക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സദാ ശ്രദ്ധിക്കേണ്ട, സദാ ജാഗ്രതയിലായിരിക്കേണ്ട ബാധ്യത വന്നു. ഇങ്ങനെ പുറം ലോകം ഹൊസ്റ്റയിലാണെന്ന് വിശേഷിപ്പിച്ച് എന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യന് ഭയപ്പെടാനുള്ള കാരണങ്ങളേ ഉള്ളൂ. ഈ ശത്രുതയും ഭയവും തമ്മിൽ ബന്ധമുണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ചിലരൊക്കെ ശത്രുവായിട്ട് ഗണിക്കുക, ഇരുട്ടിനെ ശത്രുവായിട്ട് ഗണിക്കുന്നു, ഒരുമിച്ച് കൂടിയിരുന്ന് കുറച്ച് പേർ വർത്തമാനം പറഞ്ഞ് ശത്രുവായിട്ട് ഗണിക്കുന്നു. കുറച്ചെങ്ങോട്ട് മാറുമ്പോൾ ഈ മനഃശാസ്ത്രത്തിലൊക്കെ ചില ഡിസോർഡറുകൾ പോലും ഉണ്ട്. രണ്ടുപേർ തമ്മിൽ മിണ്ടുമ്പോൾ ഒരാൾ വിചാരിക്കുന്നു അവരെന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും എനിക്കെതിരാണെന്ന് തോന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സാർത്ഥക പറയുന്ന കണക്ക് മനുഷ്യൻ നിങ്ങളെ വെറുതെ നോക്കിയാൽ പോലും നിങ്ങൾക്ക് തോന്നുന്നത് നോക്കുന്നതായിട്ടല്ല, മറിച്ച് സ്റ്റെയറിംഗ് എന്ന് പറഞ്ഞ വാക്കാണ് ഇങ്ങനെ മനുഷ്യന്റെ നോട്ടങ്ങൾക്ക് വേണ്ടി സാർത്ത് ഉപയോഗിക്കുന്നത്. പീപ്പിൾ ക്യാൻ ഓൺലി സ്റ്റെയർ എന്ന് പറയുന്നതിന് എന്താണ്? എപ്പോഴാണ്? ഇങ്ങനെ ശത്രുവാണെന്നുള്ള അടയാളോ? ഒരു കുട്ടി അവന്റെ അപ്പനെ തുറച്ചു നോക്കിയാലും, ഒരു തൊഴിലാളി മുതലാളിയെ തുറച്ചു നോക്കിയാലും, ഭാര്യ ഭർത്താവിനെ തുറച്ചു നോക്കിയാലും ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഒരു ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞ ടോണുണ്ട്. ഇൻഫാക്ട് അങ്ങനെ തന്നെ ആവണമെന്നില്ല. മനുഷ്യർക്ക് സ്നേഹപൂർവ്വം നോക്കാൻ പറ്റും, വെറുതെ നോക്കാൻ പറ്റും, ഒരു കാരണമില്ലാതെ നോക്കാൻ പറ്റും. എന്നാലും ഭൂമിയിലുള്ള ഓരോ നോട്ടങ്ങളും ഞാൻ വിചാരിക്കുന്നത് എനിക്കെതിരായിട്ടെന്നുള്ള. രണ്ടാമത്തതാണ് ഈ സ്നേഹത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് നിർഭയത്തിലേക്ക് യാത്ര ചെയ്യാന്നുള്ള. മൂന്നാമതായിട്ട് യാഥാർത്ഥ്യബോധം. അല്പം പോലും ഇങ്ങനെ യാഥാർത്ഥ്യത്തെ ബോധത്തിൽ നിരക്കാത്ത ഒരു കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടില്ല. ഒരിടത്ത് അവരവരുടെ ജീവിതത്തെ കുറെ കൂടി ഇങ്ങനെ യാഥാർത്ഥ്യബോധം സ്വീകരിക്കാനായിട്ട് അവിടുന്ന് പരിശീലിപ്പിച്ചത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും. അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഉദാഹരണമായിട്ട് ശിഷ്യത്തിന്റെ വഴികളിലേക്ക് വരുമ്പോൾ ക്രിസ്തു എന്താ പറയുന്നത്? ഇങ്ങനെ സെക്യൂരിറ്റി വിശ്വസിക്കരുത്. ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു വിചാരം സത്യം പറഞ്ഞ യാഥാർത്ഥ്യബോധം നിരക്കാത്ത ഒരാൾക്ക് എന്തുമാത്രം സെക്യൂരിറ്റി അനുഭവിക്കാൻ പറ്റും?
അല്ലെങ്കിൽ ഒരാൾക്ക് എന്തുമാത്രം സെക്യൂരിറ്റി കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇൻസെക്യൂർ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തിന്. അത് കാരണം ഈ പെരിയം കോമണി കണക്കാ ജീവിതം. അടുത്ത വളവിൽ എന്തെന്ന് നമുക്ക് അറിയാത്തിടത്തോളം കാലം ലൈഫിനകത്ത് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഘടകം വളരെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. നമ്മളാവട്ടെ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മൂല്യമായിട്ട് കണക്കാക്കുന്നു. സെക്യൂരിറ്റി പ്രധാനപ്പെട്ട മൂല്യമല്ല. സത്യം പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ മൂല്യം എന്ന് പറഞ്ഞ ഇൻസെക്യൂരിറ്റിയാണ്. ക്രിസ്തു തന്നെ അനുഭവിച്ചിരുന്ന ഇൻസെക്യൂരിറ്റിയെ കുറിച്ചുള്ള സുവിശേഷ സൂചന ശ്രദ്ധിക്കുക. അവിടത്തോട് ചോദിക്കുകയാണ്, നിന്റെ വീട് എവിടെ? വീടെന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി പ്രതീകമാണ്. അയാൾ ഏറ്റവും കൂടുതൽ സെക്യൂർ എന്ന് ഗണിക്കപ്പെടുന്നത് അയാൾക്ക് വേണ്ടി ഇങ്ങനെ വളച്ചു കെട്ടിയെടുത്ത ഈ 4 കെട്ടിനകത്ത്, 4 മതിലുകളുടെ ഈ കൂരക്ക് താഴെയാണ്. എന്നാൽ യേശു പറഞ്ഞു, കുരുവിക്ക് കൂടുണ്ട്, കുറുനരിക്ക് മാളവുമുണ്ട്, എനിക്ക് വീട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു തലവര മനുഷ്യായുസിനോടൊപ്പമുണ്ടെന്ന് അവിടുന്ന് ഭൂമിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ പലപ്പോഴും തിങ്ക് ഫോർ ദ വേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. കേൾക്കുമ്പോൾ അത് അത്ര സന്തോഷമുള്ള വിചാരമല്ല നമുക്ക്. പക്ഷെ എപ്പോഴും ഈ വേഴ്സ്റ്റ് ചിന്തിക്കാനായിട്ടാണ് പറയുന്നത്. ശിഷ്യന്മാരോട് എന്താ പറയുന്നത്? നിങ്ങൾ വലിച്ചിഴക്കപ്പെടും, നിങ്ങൾ എന്ത് ചെയ്യും? കൊല്ലപ്പെടും. നിങ്ങൾ സിനഗോഗുകളിലേക്ക് എന്ത് ചെയ്യും? നിങ്ങളെ മനുഷ്യൻ എന്ത് ചെയ്യും? വിധിക്കും എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇങ്ങേയറ്റത്തെ കാര്യങ്ങളല്ല പറയുന്നത്, മറിച്ച് അങ്ങേയറ്റം സാധ്യമായ കാര്യങ്ങളാണ്. ഈ അങ്ങേയറ്റം സാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വഴിയായിട്ട് ഏറ്റവും മോശപ്പെട്ട അനുഭവങ്ങൾക്ക് പോലും പ്രിപ്പയർഡായ ഒരു മനസ്സിനകത്ത് നിർഭയത്വമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെയൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഗാന്ധിയൊക്കെ തന്റെ പാവപ്പെട്ട പോരാളികളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തിയത്? എന്താ നിങ്ങളുടെ വഴി? നിങ്ങളുടെ മുമ്പിലുള്ള വഴി ഇങ്ങനെ മരണം മാത്രം. അല്ലെങ്കിൽ പ്രത്യേക ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ചർച്ചിൽ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ എനിക്ക് രക്തം താ, നിങ്ങൾ എനിക്ക് വിയർപ്പതാ, കണ്ണീരുതാ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അപ്പൊ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം, ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ മൂല്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധം നിരക്കുന്ന. ബാക്കിയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നിരക്കാത്ത. ഇതൊക്കെ ബുദ്ധിസ്റ്റിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ബുദ്ധ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യർ നിങ്ങളെ കൂക്ക് വിളിക്കും, ഞങ്ങൾക്കതറിയാം. നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യർ നിങ്ങൾ എന്ത് ചെയ്യും? പരിഹസിക്കും, ഞങ്ങൾക്കതറിയാം. നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യർ നിങ്ങളെ കല്ലെറിയും, ഞങ്ങൾക്കതറിയാം. നിങ്ങൾ പോകുന്നിടത്ത് മനുഷ്യർ നിങ്ങളെ കൊല്ലും, ഞങ്ങൾക്കതറിയാം. ഇത് ബോസ്റ്റാ. ഇതിന്റെ അർത്ഥം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന 1000 പേരിൽ 1000 പേരും കൊല്ലപ്പെടാന്നുള്ളത്. ഒരാളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കൊലപാതകത്തിന്റെ ഇരയായിട്ട് മാറുക. എന്നാൽ പോലും ഈ 1000 പേർക്കും ഏറ്റവും ഭയാനകമായ കാര്യത്തെ പോലെ അഭിമുഖീകരിക്കാനായിട്ട് ബലമുണ്ട്. അപ്പൊ മൂന്നാമത്തത് എന്താണ്? അവിടുന്ന് വെച്ച് കിട്ടുന്ന യാഥാർത്ഥ്യബോധം എന്ന് പറയുന്ന. നാലാമതായിട്ട് പുതിയൊരു ദൈവസങ്കല്പം, ഈ നിർഭയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ദൈവസങ്കല്പം. ആ ദൈവസങ്കല്പത്തിന് യേശു ഇട്ട പേര് അപ്പ എന്നുള്ള. അപ്പൻ എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഭയങ്ങളേ ഉള്ളൂ ഭൂമിയിൽ. കാരണം നമുക്ക് എല്ലാവർക്കും നല്ല അപ്പന്മാരുടെ ഓർമ്മകളുണ്ട്. അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നല്ല അപ്പന്മാരാ. എന്താ അപ്പൻ എന്നൊക്കെ പറയുന്നത്? നമുക്കിങ്ങനെ ഗണിച്ചെടുക്കാൻ പറ്റാത്ത, ഇങ്ങനെ ഏത് തൊട്ടിയിട്ടാലും വെള്ളം കോരിയെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഴമുള്ള ഒരു മനസ്സിന്റെ പേരാണ്, ആഴമുള്ള ഒരു കടന്റെ പേരാണ് അപ്പൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അപ്പനെ കുറിച്ച് യേശു പറഞ്ഞത് സ്വാഭാവികമായിട്ട് അപ്പൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഭയങ്ങളെ ഉള്ളെന്ന് അവിടുന്ന് ഭൂമിയെ പഠിപ്പിച്ചു. യേശു ഈ നിർഭയത്വത്തിന്റെ ഒക്കെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കടപ്പുറത്തിരുന്നുകൊണ്ടാണ്. നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ കടലിൽ പണിക്ക് പോകുന്നവരാ. കാരണം ഒരു തിര കൊണ്ടൊക്കെ വേണമെങ്കിൽ അവരെ കൊച്ചു വഞ്ചി ഇങ്ങനെ ഒടിഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ഇത്രയും വലിയ കടലിൽ ഒരു തീപ്പട്ടിക്കോലിന്റെ പോലും വലുപ്പമില്ലാത്ത കട്ടമരങ്ങൾ, എന്നിട്ടും എന്ത് നിർഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരോടാണ് യേശു പറയുന്നത് ദൈവം അപ്പന. അപ്പൊ അവരെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം അവർക്കറിയാം ദൈവം അപ്പനാകുന്നതിന് അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ പറയുന്ന ആ പാഠം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ദൈവം അപ്പനായതുകൊണ്ട് അവിടെ ഞങ്ങൾ ഉള്ളംകൈയിൽ സംരക്ഷിക്കുന്നു. അപ്പോൾ നാലാമത്തെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കൂടി അപ്പാബോധമുള്ള ഒരു ദൈവസങ്കല്പം. നമ്മുടെ ദൈവസങ്കല്പം എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ട. ഡിഫൈൻ യു ഗോഡ്. ഓരോരുത്തർ അവരവർ ദൈവത്തെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതുമായിട്ട് ബന്ധമുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ആറ്റിറ്റ്യൂഡും. ദൈവം ഇങ്ങനെ ദൈവം വിധിക്കുന്നതാണ്, ശിക്ഷിക്കുന്നതാണ്. ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ കുറ്റാരോപിക്കാൻ വേണ്ടി ഇങ്ങനെ വലിയൊരു പുസ്തകമായിട്ട് ഇരിപ്പുണ്ടെന്നൊക്കെ സങ്കല്പിക്കുന്നവർക്ക് ഭയപ്പെടാൻ, ആകപ്പാട് മനുഷ്യന്റെ അഭയമായിട്ട് നൽകുന്ന ദൈവത്തെ പോലും ഭയപ്പെടാനുള്ള കാര്യങ്ങൾ. ദൈവം എന്നൊക്കെ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ റെവറൻസ് നടത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഭീർ നടത്തില്ല ഉപയോഗിക്കുക. അപ്പോൾ നാലാമത്തെ അതാണ് അഗാധമായ ആ ദൈവാശ്രയ ബോധം എന്ന് പറയുന്ന ഒന്ന്. ഇങ്ങനെ ഒരു 4ഓളം തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ പ്രാണന് നിർഭയത്തിലേക്കുള്ള ഇടനാഴി തെളിയുന്നുണ്ട്. ഒന്ന്, അവനവന്റെ തന്നെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കുക. രണ്ടിങ്ങനെ സമസ്ത ലോകവുമായിട്ട് ഇങ്ങനെ സ്നേഹത്തിലാവുക. ഒന്നിനോടിങ്ങനെ ഹൊസ്റ്റയിലാകാതിരിക്കുക. മൂന്നാമതായിട്ട് യാഥാർത്ഥ്യബോധം. തിങ്ക് ഓഫ് ദ വേസ്റ്റ്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാലും തിങ്ക് ഓഫ് ദ വേസ്റ്റ്. പരമാവധി ഇത്രേ സംഭവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മേരിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റീവായിട്ട് സഹായിച്ചത് സെമയോനാണ്. ഒരു ചെറിയ കുഞ്ഞിനെയുമായിട്ട് പള്ളി ചെല്ലുമ്പോഴേക്കും ആ സെമയോൻ എന്ന് പറഞ്ഞ ജ്ഞാനവൃദ്ധൻ ഇങ്ങനെ പടവുകൾ ഇറങ്ങി വന്നിട്ട് ഈ അമ്മയോട് പറയുകയാണ്, അമ്മേ നിന്റെ ഉള്ളിലൊരു വാള് കടന്നു പോകും.
വാസ്തവത്തിൽ ഈ മനുഷ്യൻ ഈ സ്ത്രീയെ യാഥാർത്ഥ്യബോധത്തോട് ജീവിതത്തെ കാണാനായിട്ടും ഏറ്റവും വേസ്റ്റായ കാര്യങ്ങൾ വന്നാൽ പോലും പതർന്നും തകർന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നാലാമതായിട്ട് ആ അപ്പാബോധം. ആ അപ്പ നിശ്ചയമായിട്ട് നിങ്ങളെ പൊതിയുന്നുണ്ട്. ആരോ ഒരാള് നിങ്ങൾ ഏത് ഭയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനെ പൊതിഞ്ഞു നിൽപ്പുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ, അവർ നടന്നു പോകുമ്പോൾ രാത്രി അഗ്നിയായും പകൽ മേഘമായിട്ടും കർത്താവ് അവർക്ക് കൂട്ടുപോയി. ഏതൊക്കെ വഴികളിലൂടെ നടക്കുമ്പോഴും അവിടുത്തെ സ്നേഹം, ശേഷി ഉയർപ്പ് ദിനങ്ങളിൽ അവിടുത്തെ സ്നേഹം നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ആ അവിടുത്തെ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. പകൽ മേഘമായും രാത്രി അഗ്നിയായും കർത്താവ് നിങ്ങൾക്ക് കൂട്ടുവന്നിട്ട് നിർഭയത്തിന്റെ ഇടനാഴികളിലൂടെ അവിടുന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. ആമേൻ. നമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം ദീപം ദീപം ദീപം